പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ മത്തായിയുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിലെ 10-ാം വചനം കാണിക്കുകയാണ്. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്മസിൻ്റെ ഒരു സൈനാണ് നക്ഷത്രം. ആ നക്ഷത്രം കണ്ടുകൊണ്ട് ജ്ഞാനികൾ യേശു ജനിച്ച ആ ഭവനത്തിലേക്ക്, ആ കാലിത്തൊഴുത്തിലേക്ക് എത്തുകയാണ്. ആ കാലിത്തൊഴുത്ത് സജ്ജമാക്കിയ ഒരു അവസരം നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ വളരെ ദുരിതപൂർണമായിരുന്നു ഔസേപ്പുണ്യാളന്. കാരണം അഗസ്റ്റസ് സീസറിൽ നിന്നുള്ള കൽപ്പന ഓരോരുത്തരും താഴ്ന്നാങ്ങളുടെ സ്വദേശത്തേക്ക് പോയി പേരെഴുതി ചേർക്കപ്പെടണമെന്ന്. ഔസേപ്പുണ്യാളൻ അന്ന് ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ല, കാറില്ല, ആംബുലൻസ് ഇല്ല, അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. കഴുതപ്പുറത്താണ് യാത്ര. ദിവസങ്ങൾ പിടിച്ചിട്ടുണ്ടാവും, ക്ഷീണിതനായിട്ടുണ്ടാവും. ആ സമയത്താണ് സത്രം കിട്ടാതെ ഇവർ കാലിത്തൊഴുത്തിൽ അഭയം തേടിയത്. അപ്പോൾ ഔസേപ്പുണ്യാളൻ അവിടെ ശരിയാക്കാനൊക്കെ ആടുകളെ മാറ്റിക്കെട്ടാനും പശുവിനെ മാറ്റിക്കെട്ടാനും അത് വിസർജിച്ചിരിക്കുന്ന കാഷ്ടങ്ങളെല്ലാം മാറ്റാനും വളരെയധികം ബുദ്ധിമുട്ടി കാണും. അവിടെയൊക്കെ കഴുകി വൃത്തിയാക്കി വൈക്കോൽ കൊണ്ട് നിരത്തി ഔസേപ്പുണ്യാളൻ വിഷമിച്ചിട്ടുണ്ടാവും. മാതാവ് ഇത് കണ്ടിട്ട് ആകെ അസ്വസ്ഥയായിട്ടുണ്ടാവും. എല്ലാം ചെയ്തു, എന്നാലും സ്മെല്ല് പോയിട്ടുണ്ടാവില്ല. ഈ പശുവിൻ്റെയും അതുപോലെ തന്നെ പ്രാണികളുടെയൊക്കെ ആടിൻ്റെയൊക്കെ മൂത്രത്തിൻ്റെയൊക്കെ സ്മെല്ലുണ്ടല്ലോ, അതുണ്ടാവും. ആ സമയത്ത് ജ്ഞാനികൾ 3 ദിവസം കഴിഞ്ഞ് അവിടെ എത്തുന്നു. ദൈവത്തിൻ്റെ പുത്രൻ ജനിച്ചിരിക്കുന്ന ആ ഒരു ജ്ഞാനത്താൽ നക്ഷത്രമാണ് അവർക്ക് വഴികാട്ടിയത്. അവരവിടെ വന്നു. എന്തൊക്കെയാണ്? മീറ, കുന്തിരിക്കം, പൊന്ന്. അവിടെ പ്രകാശമാനമാക്കുക. അതിന് മുന്നേ പ്രകാശം തന്നെ, എങ്കിലും മറ്റുള്ള അന്നത്തെ ആ ജനങ്ങൾ വന്ന് കാണുമ്പോൾ സൗരഭ്യം, സുഗന്ധദ്രവ്യങ്ങളാൽ, പൊന്നുകളാൽ അലങ്കരിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറി. അച്ചെളി ആയിരുന്ന ഒരു അവസ്ഥ. ഇന്ന് നമ്മുടെ മക്കൾക്ക് ജനിക്കുന്നത് രാജകൊട്ടാരങ്ങളിലാണ്. ഇറ്റാലിയൻ മാർബിൾ, പട്ടുമത്ത ഇന്നത്തെ മക്കളൊക്കെ ജനിക്കുന്നത്. ശരിയല്ലേ? എന്തിനാണിതെല്ലാം? നമ്മൾ മിതമായിട്ടുള്ള കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുക, മിതമായിട്ടുള്ള കാര്യങ്ങളിലൂടെ പോവുക. അതാണ് വേണ്ടത്. ശരിയല്ലേ? ദൈവപുത്രൻ ജനിച്ചത് കാലിത്തൊഴുത്തിൽ ചെളി നിറഞ്ഞ സ്ഥലത്ത്, അവിടെ വൃത്തിയാക്കി ഔസേപ്പുണ്യാളൻ ഒന്ന് ആലോചിച്ച് നോക്കണം. അമ്മ, പരിശുദ്ധ അമ്മ, ആ അമ്മയുടെ ആ ഒരു ഉള്ളിലുള്ള വേദന നമ്മൾ മനസ്സിലാക്കണം. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ അമ്മ മരണപ്പെട്ടിട്ട് ഇപ്പം സെപ്റ്റംബർ 3 മാസം ആകുമ്പോൾ, എൻ്റെ അമ്മ മരിക്കുന്നതിനും 1 മാസം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ തീരെ ഡൗണായി. അമ്മ പറഞ്ഞൊരു സംഭവമുണ്ട്, എന്നെ ഓർമ്മപ്പെടുത്തി. എടാ ഞാൻ ഏകദേശം തീരാറായി. ആ ഒരവസ്ഥയാണ്. ഈ ക്രിസ്മസിന് ഞാൻ ഉണ്ടാവുമോ അറിയില്ല. അവൻ നീ എന്നിരുന്നാലും നീ ക്രിസ്മസിന് ഉണ്ണീശോ ജനിക്കുന്ന ആ ദിവസം അതിന് മുന്നേ ആയിട്ട് നീ നക്ഷത്രം തൂക്കണം. ഞാൻ മരിച്ചു എന്നുള്ള ഒരു വിഷമം നിനക്ക് പാടില്ല, നിങ്ങൾക്ക് ആർക്കും പാടില്ല, സന്തോഷമായിരിക്കണം. എൻ്റെ അമ്മ പറഞ്ഞതാണ്. അമ്മമാരുടെ ആ ഒരു വേദന നമ്മൾ മനസ്സിലാക്കണം. മാതാവിന് ഉണ്ടായിട്ടുള്ള ആ ഒരു വിഷമം, മറ്റേ ഭർത്താവ് കഷ്ടപ്പെട്ട ആ ഒരു മനസ്സിലാക്കണം. പ്രസവവേദനയിൽ പുളയുന്നു. സഹോദരങ്ങളെ, നമ്മളിന്ന് നമ്മുടെ അമ്മമാരെയും അതുപോലെ നമ്മുടെ സഹോദരിമാരെയും, നമ്മൾ കാണപ്പെടുന്നവരെയും സ്ത്രീത്വത്തെ നമ്മൾ അപമാനിക്കാതിരിക്കുക. അവരുടെ ശക്തി, പവർ, ഡബിൾ പവറാണ് അവർ. നമ്മൾ ഇന്ന് പല രീതിയിൽ പലരെയും മോശമായിട്ടൊക്കെ കാണുന്നുണ്ട്. പല രീതിയിലും പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊക്കെ ഇന്ന് അമ്മയെ തല്ലിക്കൊന്നു, അങ്ങനെയൊക്കെ നമ്മൾ വായിച്ച് എന്താണ് കാണിക്കുന്നത്? അമ്മമാരെ ഒരിക്കലും കൈകൊണ്ടൊന്നും തൊടാൻ പോലും പാടില്ല. അങ്ങനെയുള്ള ചിന്ത പോലും പാടില്ല. എത്രയോ ന്യൂസുകൾ പേപ്പറിൽ കണ്ടു. നമ്മളങ്ങനെ ചെയ്യരുത്. പ്രിയ സഹോദരങ്ങളെ,
എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.